നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിൽ നിന്നും രേണു സുധിയുടെ വളർച്ച ഇപ്പോൾ എത്തി നിൽക്കുന്നത് മറ്റൊരു ഘട്ടത്തിലാണ്. രേണു തൊട്ടതെല്ലാം വിവാദങ്ങളാകുന്ന അവസ്ഥയാണ്. ഇക്കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണ് രേണു സുധി എന്നതൊരു ബ്രാൻഡാക്കി താരം മാറ്റിയത്. ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന ലേബലിൽ ഒതുങ്ങി കഴിയാതെ തനിക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് തിരിഞ്ഞ് ആഗ്രഹിച്ചതെല്ലാം ഓരോന്നായി സാധിച്ചെടുക്കാൻ രേണുവിനിന്ന് കഴിയുന്നു. എന്നാൽ വൈകാതെ രേണുവിനെതിരെ കിച്ചു കൂടി രംഗത്തെത്തിയതോടെ വീണ്ടും രേണുവിനെതിരെ വിവാദങ്ങൾ ഉടലെടുത്തു. ഇപ്പോഴിതാ രേണു സുധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിവാദങ്ങളിൽ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് നടനും മോഡലുമായ ഷിയാസ് കരീം. രേണു സുധിയെ നേരിട്ട് കണ്ടത് 3 തവണ മാത്രമാണെന്നും ഒരു വ്യക്തിയെ അടുത്തറിയാതെ ജഡ്ജ് ചെയ്യുന്ന ആളല്ല താനെന്നും ഷിയാസ് കരീം പറഞ്ഞു. രേണു എന്ന പുള്ളിക്കാരി എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ്. അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. ആ സ്ത്രീയെ ഞാൻ എൻ്റെ ലൈഫിൽ 3 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരിക്കൽ കാലിക്കറ്റിൽ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ചും എൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവിടെ വന്നപ്പോഴും പിന്നെ സുധിച്ചേട്ടൻ മരിച്ച ദിവസവും. അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ അറിയാതെ ജഡ്ജ് ചെയ്യാറില്ല. പിന്നെ അവർ അവരുടേതായ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചോട്ടെ. ഭർത്താവ് മരിച്ചുവെന്ന് കരുതിയ ഒരു സ്ത്രീ വിധവ എന്ന ലേബലിൽ വീട്ടിൽ കയറി ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് മക്കളുണ്ടെങ്കിൽ ജോലി ചെയ്ത് മക്കളെ പഠിപ്പിക്കാനും അവർക്ക് ഭക്ഷണം നൽകാനും അമ്മമാർ ജോലിക്ക് പോകണം. ഞാനിപ്പോഴും പറയുന്നു, എല്ലാ അമ്മമാരും സൂപ്പർ ഹീറോസ് ആണ്. അതുപോലെ രേണു സുധിയും ഒരു അമ്മയാണ്. സുധിച്ചേട്ടൻ്റെ ഒരു മകൻ അവർക്കുണ്ട്. അവർ ഒരു അമ്മയാണ്. രേണുവിനോട് എനിക്ക് നല്ല ബഹുമാനവുമുണ്ടെന്നും ഷിയാസ് കരീം പറഞ്ഞു. ഷിയാസ് കരീമിന്റെ വാക്കുകൾ വൈറലായതോടെ രേണുവിനെതിരെയാണ് ഏറെയും ആളുകൾ കമന്റുകൾ കുറിച്ചത്. മക്കളെ പോറ്റണമെങ്കിൽ മാന്യമായ ജോലികൾ കണ്ടെത്തി ചെയ്യാമല്ലോ എന്നാണ് ഏറെയും പേർ ചോദിച്ചത്. നിലവാരം കുറഞ്ഞ മ്യൂസിക് വീഡിയോകളിലും ഷോർട്ട് ഫിലിമുകളിലും രേണു ഗ്ലാമറസായും ഇന്റിമേറ്റായും അഭിനയിക്കുന്നതിനോട് ഫോളോവേഴ്സ് പോലും എതിർപ്പ് അറിയിച്ചിരുന്നു. ക്ലീവേജും നേവലും എക്സ്പോസ് ചെയ്തുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ രേണു പങ്കുവയ്ക്കുന്നതിനോടും വലിയ രീതിയിൽ എതിർപ്പ് ഉയരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി മാത്രം രേണു ഒരു മാസം 5 ലക്ഷത്തിന് മുകളിലാണ് സമ്പാദിക്കുന്നത്. അടുത്തിടെ മുതൽ മറ്റൊരു വിവാദം കൂടി രേണുവിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ രേണു നടത്തുന്ന വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ടായിരുന്നു അത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ കാരിയറായി രേണു പ്രവർത്തിക്കുന്നുവെന്നാണ് യൂട്യൂബറായ ഷെഫീന ബീവി ആരോപിച്ചത്. വിദേശത്ത് രേണുവിനെ ആളുകൾ പ്രമോഷനായി ക്ഷണിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ല എന്നും ഷെഫീന ബീവി ആരോപിച്ചിരുന്നു. രേണു ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച ശേഷം സുധിയുടെ മൂത്ത മകൻ കിച്ചു രേണുവിൽ നിന്നും അകലം പാലിക്കുകയാണ്. രേണു സുധിയുടെ ഭാര്യയായി വീട്ടിലേക്ക് വന്ന ശേഷം തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾ കിച്ചുവും വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ രേണു അമ്മ തന്നോട് സ്നേഹം കാണിച്ചിരുന്നുവെന്നും പിന്നീട് അച്ഛനോട് താൻ സ്നേഹം കാണിക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല എന്നും അച്ഛൻ്റെ തറവാട്ടിൽ നിന്നാണ് താൻ വളർന്നതെന്നുമാണ് കിച്ചു പറഞ്ഞത്. അച്ഛൻ മരിച്ച സമയത്ത് രേണുവിൻ്റെ വീട്ടുകാർ ചെയ്ത ചില പ്രവൃത്തികളും കിച്ചു വെളിപ്പെടുത്തിയിരുന്നു. വിദേശത്ത് രേണു പോകുന്നത് സ്വർണം കടത്താനും കള്ളക്കടത്ത് നടത്താനുമാണെന്ന വിദേശത്തേക്ക് രേണു പോകുന്നത് സ്വർണം കടത്താനും കള്ളക്കടത്ത് നടത്താനാണ് എന്നുമുള്ള ആരോപണങ്ങളും രേണുവിനെതിരെ ഉയർന്നിരുന്നു. ചില ബ്ലോഗർമാരാണ് ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയത്. ഇത്തരം ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും രേണു നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി. രേണുവും മാനേജറും ശരീരം മുഴുവൻ സ്വർണം ധരിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഇത്രേ കടത്താൻ പറ്റുള്ളൂ എന്ന് ഇമേജിൽ രേണു സുധി കുറിച്ചിട്ടുമുണ്ട്. ഒപ്പം കൊച്ചി എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസർമാരും പോലീസ് ഏമാന്മാരുമെല്ലാം അവിടെ ഊഞ്ഞാലാടാനിരിക്കുന്നത് കൊണ്ട് സ്വർണ്ണക്കടത്ത് എളുപ്പമാണ് ഇന്ന് ഇത്രേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോറി ഗൈസ്, അടുത്ത പ്രാവശ്യം നോക്കാമെന്നും രേണു സുധി കുറിച്ചിട്ടുണ്ട്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത്. ഭൂരിഭാഗവും രേണു സുധിയെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളാണ്. പരിഹസിച്ചും വിമർശിച്ചും കമന്റ് ഇടുന്നവരും ധാരാളമാണ്. അടുത്തിടെയായിരുന്നു രേണു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് മാറ്റിയത്. നേരത്തെ രേണു സുധി എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത്. സുധിയുടെ ഫോട്ടോയായിരുന്നു പ്രൊഫൈലിൽ. പേര് മാറ്റിയപ്പോഴായിരുന്നു തന്റെ ഫോട്ടോ DP ആക്കിയത്. വിവാഹത്തിന് മുന്നോടിയായിട്ടാണോ ഈ മാറ്റം എന്നായിരുന്നു ചോദ്യങ്ങൾ. ഇനിയൊരു വിവാഹം വേണ്ട എന്ന തീരുമാനമൊന്നുമില്ല. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. നല്ലൊരു കൂട്ടുണ്ടായിരുന്നുവെങ്കിലെന്ന് തോന്നിയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തന്നെയും മോനെയും കുടുംബത്തെയും നോക്കുന്ന ഒരാൾ വന്നാൽ വിവാഹം നടക്കും. മുസ്ലിം യുവാവുമായി രേണു പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ എന്നായിരുന്നു രേണു അന്ന് പ്രതികരിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉപയോഗിച്ചപ്പോഴും വിവാദങ്ങളായിരുന്നു. സെലിബ്രിറ്റികളൊക്കെ ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്തിട്ടുള്ളൂ, എന്നാലും കുറ്റമാണ്. തുടക്കത്തിൽ 45 രൂപയായിരുന്നുവെങ്കിലും പിന്നീട് അത് വർദ്ധിപ്പിക്കുകയായിരുന്നു. എക്സ്ക്ലൂസീവായി ഇടുന്ന കണ്ടന്റുകൾ വരെ സ്ക്രീൻഷോട്ടിലൂടെയായി പ്രചരിപ്പിക്കുന്നുണ്ട് ചിലർ. എന്തിനാണ് എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നുമായിരുന്നു രേണു ഇതേക്കുറിച്ച് പറഞ്ഞത്.
ബിഗ് ബോസിൽ വരും മുൻപേ സ്വന്തം നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായി മാറിയ രേണുസുധിക്ക് വളരെ സജീവമായ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളുണ്ട്. 4000-ലേറെ പോസ്റ്റുകളുള്ള രേണുസുധിയുടെ ഇൻസ്റ്റഗ്രാം പേജിന് 388K ഫോളോവേഴ്സ് എന്നാണ് നിലവിലെ കണക്ക്. ഇവർ ആകെ 1740 പേരെ ഫോളോ ചെയ്യുന്നുള്ളൂ. രേണുവിന്റെ റീൽസ് വീഡിയോകൾക്കും പലതിനും മില്യൺ കണക്കിനാണ് വ്യൂസ്. വാഗമണിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ഡാൻസ് വീഡിയോ 6.9 മില്യൺ വ്യൂസ് നേടിയിട്ടുണ്ട്. തന്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിന്റെ സ്ക്രീൻഷോട്ട് ഇക്കഴിഞ്ഞ ദിവസം രേണുസുധി പങ്കിട്ടിരുന്നു. ഒരു മാസം, അതായത് 30 ദിവസത്തിനുള്ളിൽ രേണു നേടിയെടുത്തത് 14 കോടി വ്യൂസ് ആണ്. ഇവർ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ സർവീസും തുടങ്ങിയിരുന്നു. ഇവിടെയും 2850 സബ്സ്ക്രൈബർമാർ രേണുവിനുണ്ട്. വളരെ ചെറിയ തുകയാണ് രേണു മാസവരി സംഖ്യയായി ഈടാക്കുന്നത്. 180 രൂപയാണ് പ്രതിമാസ വരി സംഖ്യ. അതേസമയം താൻ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന ഉള്ളടക്കം ചിലർ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക്കാക്കുകയാണെന്നും രേണു ആരോപിച്ചിരുന്നു. ഒപ്പം താൻ നിയമ നടപടിയിലേക്ക് കടക്കുകയാണെന്നും രേണു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിട്ടുള്ള വിവരം നിങ്ങൾക്കറിയാം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും ഒക്കെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അവർ ചെയ്യുന്ന പോസ്റ്റുകളുടെയും റീലുകളുടെയും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്താൽ എങ്ങനെയിരിക്കും? വിവരമറിയും. ഇവർ എന്തിനാണ് എന്നോടിത് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ഇനിയും ചെയ്താൽ നിയമപരമായി ഞാൻ മുന്നോട്ട് പോകും. ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിൽ രേണുസുധി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച ആദ്യ 5 ദിനങ്ങൾ കൊണ്ട് തനിക്ക് 1 ലക്ഷത്തിലധികം രൂപ ലഭിച്ചതായി രേണുസുധി അറിയിച്ചിരുന്നു. ഓൺലൈൻ ഉള്ളടക്കങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും നേരത്തെ ശ്രദ്ധേയമാണ് രേണുസുധി. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് രേണുസുധിക്ക് വഴി തുറന്നതും ഈ പ്രശസ്തി തന്നെയാണ്. ബിഗ് ബോസിൽ പങ്കെടുത്തതും രേണുസുധിക്ക് കരിയറിൽ നേട്ടമാണ് ഉണ്ടായത്. വിദേശത്ത് ഉൾപ്പെടെ ഉദ്ഘാടന പരിപാടികളൊക്കെ ഷോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രേണുവിന് ലഭിച്ചിരുന്നു. ഉദ്ഘാടനങ്ങൾക്ക് പുറമെ റീലുകളും മ്യൂസിക് വീഡിയോകളും ടെലിവിഷൻ പരിപാടികളും ഒക്കെയായി തിരക്കിലാണ് രേണുസുധി. ഇതിന് പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷനും ആരംഭിച്ചിരിക്കുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.